എല്ലാരും ഉണ്ടല്ലോ. ലച്ചുവിന്റെ വകയിലൊരു ബന്ധുവാ. നമസ്കാരം. കേട്ടോ മാധവേട്ടാ, കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല. ചങ്ക് പൊട്ടി മരിച്ചു പോകുന്നു തോന്നിയപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. വാക്കിന് പ്രാണനേക്കാൾ വില കൽപ്പിക്കുന്ന ആളല്ലേ താൻ. എന്നിട്ട് ഇവളെ ചതിച്ചു അല്ലടോ. നീ മിണ്ടരുത്. അയാള് പറയട്ടെ, മഹാനായ ചന്ദ്രഗിരി മാധവൻ കള്ളു കുടിച്ചോ തോന്നിവാസം പറഞ്ഞോണ്ടല്ലോ. വേണ്ട, എല്ലാരും കേൾക്കണം. വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂർ എസ്റ്റേറ്റിനുള്ളിൽ വെച്ച് മാധവേട്ടനെതിരെ ഒരു വധശ്രമം ഉണ്ടായി. രാമദത്തൻ ഉണ്ണി എന്ന മാധവേട്ടന്റെ ശത്രു ഏർപ്പാടാക്കി ഉടുപ്പിക്കാരൻ സദാനന്ദ ബാളിക. അവന്റെ തോക്കിൽ നിന്ന് വന്ന വെടിയുണ്ട മാധവേട്ടന്റെ ജീവനം കൊണ്ടൊക്കെ പറഞ്ഞാനെ. ഈ നിൽക്കുന്ന ലക്ഷ്മിയുടെ അച്ഛൻ അത് സ്വന്തം നെഞ്ചത്തേറ്റ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അന്ന് മാധവേട്ടന്റെ മടിയിൽ കിടന്ന് മരണത്തും മുഖാമുഖം കാണുമ്പോ ഗംഗാധരൻ എന്ന ഇവളുടെ അച്ഛൻ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, മകളുടെ ഭാവി. അതുകൊണ്ടാവണം ഗംഗാധരന് മുന്നിൽ മാധവേട്ടൻ ഉദാരവാനായത്. മറ്റാർക്കും നൽകാത്ത ഉറപ്പ് കണ്ണടയുന്നതിന് മുമ്പ് ഗംഗാധരന്റെ മാധവേട്ടൻ നൽകി. ഗംഗാധരന്റെ മകളെ, ഇവളെ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന്. അതായിരുന്നു വാക്ക്. ഗംഗാധരനോട് മാത്രമല്ല, പിറ്റേന്ന് ചിതയെരിഞ്ഞ് തീരും മുമ്പ് മരിച്ചുപോയ ഇവളുടെ അമ്മയോടും ഞങ്ങൾ ബന്ധുക്കളോടും ആ വാക്ക് ആവർത്തിച്ചു. എന്താണ് ഈ സത്യമല്ലേ ഞാൻ പറഞ്ഞത്? സത്യാണ്. പക്ഷെ അച്ചുവേട്ടനെ വേണ്ടെന്ന് പറഞ്ഞത് ഞാനാ. കൊള്ളാം. ഒരു പാവം പെണ്ണിനെ വർഷങ്ങളോളം പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ അവളെ കൊണ്ട് എന്നെ തീരുമാനം മാറ്റിക്കുക. നിങ്ങൾ തമ്പുരാമാരി ഇതല്ലേ ഇതിന്റെ അപ്പുറം ചെയ്യും. കണ്ണിച്ചോഴയില്ലാത്ത വർഗങ്ങളും. നീ മിടുക്കന്. ദാസപ്പണി ചെയ്ത ഒരാളുടെ മകളെ സ്വന്തം മകന് വേണ്ടി ആലോചിച്ച് അച്ഛന്റെ വിഡ്ഢിത്തം നീ കാണിച്ചില്ല. എന്തിനാണ് ഈ ബാല്യക്കാരിയായിട്ട് ഇനി ഇവിടെ നിൽക്കുന്നത്? എന്റെ കൂടെ വന്നാൽ നിന്നെ നല്ല അന്തസ്സായിട്ട് നോക്കും ഞാൻ. ആ മോഹം വേണ്ട. ഈ വീട് വിട്ട് ഇങ്ങോട്ട് വരില്ല ലച്ചു. വേണ്ട, നീ വരണ്ട. ഇവിടെ കിടന്നൊക്കെ നരകിച്ചോ. ഒടുക്കം ഭാര്യയുടെ ചൂട് പോരാന്ന് തോന്നുമ്പോ അടിച്ചെളിക്കാരിയുടെ അടിവയറും തേടി വരും. ഈ ചെറിയ നമ്പഴാൻ പക്ഷെ വിടാൻ പോണില്ല ദാസൻ. നീ കണ്ടോ? എല്ലാം എന്റെ തെറ്റാണ്. നിന്നോട് ഞാനെല്ലാം തുറന്നു പറയണമായിരുന്നു. പക്ഷെ അച്ചു, നിന്റെ ഇഷ്ടം അത് മറ്റൊന്നാണെന്ന് അറിഞ്ഞപ്പോ ഒന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. മോളെ നന്ദ, ഈ അച്ഛന്റെ ഭാഗത്തുനിന്നും അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീയും എന്നോട് പൊറുക്കണം. അച്ചു, നമ്മൾ പരിചയപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. എന്നേക്കാൾ മുമ്പേ അച്ചുവിനെ സ്വപ്നം കണ്ടു തുടങ്ങിയതാ ലക്ഷ്മി. അങ്ങനെയുള്ള അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. ആ ദാസനെ ഇളക്കി പറഞ്ഞു വിട്ടത് അവന്മാരാ. ആ അന്നപൂർണ ഗ്രൂപ്പ് ഇപ്പോഴും അവൻ അവരുടെ കൂടെ ഉണ്ട്. അവനെ കൊണ്ട് അവരെന്തെങ്കിലും സാഹസം ചെയ്യിക്കുന്നതിന് പൊക്കട്ടെ. വേണ്ട, അതല്ല അതിന്റെ വഴി. കണ്ണൂരിൽ ഇറക്കുമതി ചെയ്തതാ. മാധവന്റെ അടിയന്തരം കഴിഞ്ഞിട്ട് ഇനി ഇവര് തിരിച്ചു പോകുള്ളൂ. ഒറ്റയ്ക്കാണല്ലോ വരവ്. എന്താടാ മക്കളെ, മുഖത്തൊരു പരിഭ്രമം? പേടിച്ചു പോയോ?
ചങ്കുറപ്പുള്ളവന് ഇതൊരെണ്ണം തന്നെ ധാരാളം. പക്ഷെ അതിനല്ല ഞാൻ വന്നത്. എന്നോടും എന്റെ കുടുംബത്തോടും ഇതുവരെ ചെയ്തത് മുഴുവൻ ദാ ഇവനെ ഇറക്കി ഇപ്പൊ നിങ്ങൾ കാണിച്ച നെറുകേടുകൾ അടക്കം സകലതും മറന്നു പൊറത്തു എന്ന് പറഞ്ഞറിയിക്കാൻ. ആ ഭാർഗവ, മാടമ്പിത്തരത്തിന്റെയോ തൻപ്രമാണിത്വത്തിന്റെ പേരിലല്ല നിങ്ങളുടെ അച്ഛനെ ഞാൻ ശിക്ഷിച്ചത്. രാമദത്തൻ ഉണ്ണിയെ ഞാനല്ല, അയാൾ എന്നെയാണ് ശത്രുവായി കണ്ടതും നിഗ്രഹിക്കാൻ ഒരുങ്ങിയതും. മംഗലാപുരത്തുകാരൻ വാടക കൊലയാളിയെ മുൻനിർത്തി നിലമ്പൂർ വെച്ച് നടത്തിയ ശ്രമം, ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആ ചതി അന്ന് മാത്രമല്ല പിന്നെ ആവർത്തിച്ചു പല തവണ. ഒടുക്കം ചന്ദ്രഗിരിയിലെ ഗ്രാമവാസികൾ രാമദത്തനുണ്ണിയെ കുടുംബമടക്കം ചുട്ടു ചാമ്പലാക്കും എന്ന സ്ഥിതി വന്നപ്പോഴാ ശിക്ഷിക്കുകയല്ല, ഇളം പ്രായക്കാരായ നിങ്ങളടക്കം രക്ഷിക്കുകയാണ് അന്ന് ആ നാടകത്തിലൂടെ ഞാൻ ചെയ്തത്. ഇപ്പോ എല്ലാം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. രാമദത്തനുണ്ണിയിൽ നിന്ന് നിങ്ങളിലേക്ക്, എന്നിൽ നിന്ന് എന്റെ മകനിലേക്ക്. വെറുപ്പിന്റെ ചോരയോട്ടം വരും തലമുറകളിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഇവിടെ വെച്ച് ഇപ്പോ ഈ നിമിഷം തീരണം. അതിനാ ഞാൻ വന്നത്. നേരിട്ട് എതിർത്താൽ തോൽക്കുമെന്നായപ്പോ അപേക്ഷയുടെ പുതിയ ഭാഷ. മാധവ, പഞ്ചതന്ത്ര പാഠങ്ങൾ ഞങ്ങളും പഠിച്ചിട്ടുണ്ട് ഒരുപാട്. ഉണ്ണി, പക കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല, നഷ്ടങ്ങളല്ലാതെ. എന്റെ വഴികളിൽ ഇനി രക്തം കലരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സന്ധി ചെയ്യാം. വ്യവസ്ഥകൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ അനുസരിക്കും. കൊള്ളാം. മകനെ രക്ഷിക്കാൻ സ്നേഹനിധിയായ അച്ഛൻ കണ്ടുപിടിച്ച സൂത്രം കൊള്ളാം. സന്ധി. നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ ആ വഴിയിലൂടെ നിന്റെ കൈപിടിച്ച് നടക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല, തയ്യാറല്ല. നീ പറയുന്ന ഒരു യോജിപ്പിനും. ഞങ്ങളുടെ അച്ഛനെ നാട് കടത്തി ഒറ്റയ്ക്ക് നീ നേടിയ സകലതും തിരിച്ചു പിടിക്കാനാ മാധവ ഞങ്ങൾ വന്നത്. ഇത്രയും കാലം നഷ്ടപ്പെട്ടതിനും അനുഭവിച്ചതിനും പകരം നീ ഏറ്റുവാങ്ങിയേ പറ്റൂ. ശിക്ഷിച്ചിരിക്കും നിന്നെയും നിന്റെ മകനെയും ഞങ്ങൾ. എന്നിട്ട് ചന്ദ്രഗിരി കോവിലകം ഇടിച്ച് നിരത്തും. ദൈവം കൈവിട്ടവരെ രക്ഷിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ലെന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ടേ വേണ്ട, തല്ലി തന്നെ തീർക്കാം. സമയവും സ്ഥലവും കുറിച്ച് ഒരാളെ പറഞ്ഞു വിട്ടാൽ മതി, മാധവൻ തയ്യാർ. പക്ഷെ അവസാന അംഗത്തിന് വരുമ്പോ ഓർമ്മയിൽ ഉണ്ടാവണം സർവനാശത്തിന്റെ കഥകൾ. അവസാനിപ്പിക്കുമല്ല. മാധവ, നീയല്ല മരണത്തിന്റെ സൂക്ഷിപ്പുകാരൻ. വീഴുന്നത് ആരാണെന്ന് നമുക്ക് കാണാം. ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ്. അതുകൊണ്ട് പേടിയില്ല. ചാവാനും കൊല്ലാനും.